ഹായ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണില്ലേ, നല്ല രീതിയിൽ ജീവിക്കണം, സന്തോഷകരമായി ജീവിക്കണം, സമാധാനപരമായി ജീവിക്കണം, നമ്മുടെയിലേക്ക് വന്ന ജീവിത പങ്കാളി നമ്മളെ സ്നേഹിക്കണം, വിശ്വസിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണല്ലേ. പക്ഷേ ആദ്യം സ്നേഹിക്കുമ്പോൾ നമുക്ക് ഇത്തരം ഒരു വ്യക്തിയെ കണ്ട് നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മളിതെല്ലാം അദ്ദേഹത്തിനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും അദ്ദേഹം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ അത് പ്രണയിക്കുന്നവർ തമ്മിലായാലും അല്ലെങ്കിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും അവർ അങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. എന്നാൽ പിന്നീടായിരിക്കും അവരുടെ റിലേഷൻഷിപ്പിലെ വളരെ മോശമായൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പിലൂടെയാണോ കടന്നു പോകുന്നത് എന്ന് അറിയാനായിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ സംശയിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഭാര്യ തൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന ഓഫീസിലെ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പം ഭർത്താവിൻ്റെ തന്നെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു പുരുഷനോട് സംസാരിക്കുന്നത് പോലും ഭർത്താവിന് സംശയം ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ തിരിച്ചും ഭർത്താവും ഇതേപോലെ തന്നെ സ്വന്തം സുഹൃത്തിനോട് സംസാരിക്കുന്നതോ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയോട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഇതുപോലെ ബന്ധത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീയോട് സംസാരിക്കുന്നതോ പോലും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്ന ഒരു അവസ്ഥ, അത്തരം ബന്ധങ്ങളുണ്ടെങ്കിൽ അത് ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ബന്ധങ്ങളാണ്. രണ്ടാമത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ അമിത നിയന്ത്രണമാണ്. അതായത് എന്ത് കാര്യത്തിനും നിയന്ത്രണം. നമ്മളൊരു ഡ്രസ്സ് ഇടുന്നതിലോ അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കുന്നതിലോ അല്ലെങ്കിൽ എവിടെ പോകണം, അല്ലെങ്കിൽ നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടണം, അല്ലെങ്കിൽ ഏത് വിഷയത്തിന് ലൈക്ക് ഇടണം, ഷെയർ ചെയ്യണം, ഇങ്ങനെ കമൻറ്റ് ഇടണം, അങ്ങനെ എന്ത് കമൻറ്റ് ഇടണം, അങ്ങനെയൊക്കെയുള്ള എന്ത് കാര്യത്തിനും ഒരു നിയന്ത്രണം വയ്ക്കുന്നുണ്ടെങ്കിൽ അതും ഈ ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന ലക്ഷണമാണ്. അപ്പം ചില കാര്യങ്ങൾക്ക് പക്ഷേ ചിലർ പറയും അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്തുകൂടാ എന്നൊക്കെ പറയുന്നത് അത് പരസ്പരം രണ്ടുപേരും പരസ്പരം സംസാരിച്ചു ഇല്ല അങ്ങനെ ചെയ്യില്ല എന്ന് പരസ്പരം ഉറപ്പിച്ച് രണ്ടുപേരും അവരുടേതായിട്ടുള്ള ഒരു രീതിയിലൂടെ പോകുന്നുവെങ്കിൽ അതൊരു റിലേഷൻഷിപ്പ്. ചില കാര്യങ്ങളൊക്കെ എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ട്, പക്ഷേ അത് ഓവറായിട്ട് വരുന്നുണ്ട് എങ്കിൽ അത് ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ മൂഡ് സ്വിങ് ആണ്. അതായത് അവർ സ്നേഹിക്കുന്ന സമയത്തിൽ ഭയങ്കര സ്നേഹമായിരിക്കും, പക്ഷേ സ്നേഹം വിവാഹത്തിലേക്കൊക്കെ ആയതിനു ശേഷം അവരുടെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പെട്ടെന്ന് അവരുടെ സ്വഭാവം ചേഞ്ച് ആകുന്നു. നമ്മൾ സ്നേഹിച്ചിരിക്കുന്ന ആ സമയത്തേ ഉള്ള ആ ഒരു സ്വഭാവമായിരിക്കില്ല അവർക്ക് വിവാഹത്തിന് ശേഷം. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ദിവസം നല്ല വൃത്തിയായിട്ട് നല്ല ചിരിച്ച് നല്ല സന്തോഷകരമായിട്ടൊക്കെ നമ്മളിലൂടെ നിൽക്കും, പക്ഷേ അടുത്ത ദിവസം പെട്ടെന്ന് ഒരു കാര്യമില്ലാതെ അങ്ങ് എന്തെങ്കിലും കാര്യങ്ങൾ ഒപ്പിച്ചിട്ട് അവർ ദേഷ്യപ്പെടുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഈ ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന ലക്ഷണങ്ങളാണ്. അതൊന്ന് നോട്ട് ചെയ്യുക. നാലാമതായിട്ട് പറയുകയാണെങ്കിൽ സംസാരത്തിലുള്ള പ്രശ്നമാണ്. അതായത് എപ്പോഴും കുത്തുവാക്കുകൾ പറയുക, എപ്പോഴും കുറ്റപ്പെടുത്തുക, എപ്പോഴും പരസ്പരം കളിയാക്കുക, എപ്പോഴും അതും ഒറ്റയ്ക്കായിരിക്കത്തില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ടായിരിക്കും കളിയാക്കുക, കുറ്റപ്പെടുത്തുക എന്നിവയൊക്കെ. അതുപോലെ തന്നെ ബോഡി ഷെയ്മിങ് ചെയ്യുക, ഇപ്പോൾ എന്തെങ്കിലും കണ്ണോ കാലോ നിറത്തിൻ്റെ പേരിലോ അങ്ങനെ എന്ത് കാര്യത്തിനും ബോഡി ഷെയിം ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നുവെങ്കിൽ, അതായത് കളിയാക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തമാശ രൂപേണയല്ല, അത് അത്രയും ഡീപ്പായിട്ട്, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമുക്ക് നല്ല രീതിയിൽ വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കളിയാക്കലും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ആയിരിക്കും. അത്തരം ബന്ധങ്ങളൊക്കെ എന്താണ് ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമാണ്. അഞ്ചാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരിൽ നിന്ന് നമ്മളെ അകറ്റുക എന്നുള്ളതാണ്. അതായത് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിലൂടെയാണ് നടക്കുന്നത്. അതായത് ഭർത്താവിൻ്റെ വീട്ടുകാർക്കൊക്കെ എന്തെങ്കിലും നൽകുക, അതൊന്നും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ അത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ വീട്ടുകാർക്ക് ഭാര്യ എന്തെങ്കിലും നൽകുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഭർത്താവിന് ഇഷ്ടപ്പെടാതിരിക്കുകയും അവിടെയും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്.
അപ്പം അത്തരത്തിലുള്ള ബന്ധങ്ങളും ഒക്കെ ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതായത് നമുക്ക് നമ്മൾ മാത്രം മതി എന്നുള്ളൊരു ചിന്ത അവിടെ വരികയും അവിടെ പിന്നീട് ഈ ഫാമിലി മെമ്പേഴ്സിൽ നിന്നൊക്കെ ഒന്ന് അകന്ന് നിൽക്കുകയും അവിടെ ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുമൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മെമ്പേഴ്സിൽ നിന്ന്, അതായത് നമ്മുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ നമ്മളെ അകറ്റി നിർത്തുന്ന അത്തരം റിലേഷൻഷിപ്പൊക്കെ എന്താണ്, ടോക്സിക് റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാനസികമായും ശാരീരികമായും ഒക്കെ നമ്മളെ ദ്രോഹിക്കുക എന്നിവയൊക്കെ ഈ ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നീട് പറയുമെങ്കിൽ നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒന്നും ഒരു തരത്തിലും വില നൽകാതിരിക്കുക. അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ പാലിക്കണം, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. അതായത് നമ്മുടെ ഇഷ്ടങ്ങൾക്കൊന്നും ഒരു തരത്തിലും ഒരു പ്രാധാന്യം നൽകുകയോ ഒരു വില തരികയോ ഒന്നും ചെയ്യില്ല. അവരെന്ത് പറയുന്നു അതുപോലെ തന്നെ നമ്മൾ ജീവിക്കണം. അത്തരത്തിലുള്ള റിലേഷൻഷിപ്പൊക്കെ ടോക്സിക് റിലേഷൻഷിപ്പ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഈ ബന്ധത്തിൽ നിന്ന് നമുക്ക് പിന്മാറണമെന്ന നമുക്ക് ആഗ്രഹമുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്താലും പിന്നീട് അവർ എങ്ങനെയായാലും നമ്മളെ അവരിലേക്ക് തന്നെ അടുപ്പിക്കാനായിട്ട് അവർ ഏത് മാർഗം വേണമെങ്കിലും പ്രയോഗിക്കും. നമ്മളെ കാല് പിടിക്കുകയോ കരയുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും, ഇനി ഇങ്ങനൊന്നും സംഭവിക്കില്ല, എന്നിൽ നിന്നും ഇനി ഇങ്ങനെയുള്ള ഒരു തരത്തിലുമുള്ള നിന്നെ വിഷമിപ്പിക്കില്ല, നിന്നെ ഉപദ്രവിക്കില്ല, നിന്നെ ദ്രോഹിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വീണ്ടും വീണ്ടും ഈ ബന്ധത്തിലേക്ക് കൊണ്ടുവന്ന് നിർബന്ധിതമായി തന്നെ കൊണ്ടുവന്ന് ഈ ബന്ധം തുടരാനായിട്ട് അവർ നമ്മൾ എത്രത്തോളം താഴാവോ അത്രത്തോളം നമ്മളടുത്ത് അവർ താഴ്ന്ന് നിൽക്കുകയും എന്നാൽ കുറച്ച് നാൾ നല്ല സ്നേഹമായിട്ടൊക്കെ നിന്നിട്ട് വീണ്ടും പഴയതുപോലെ ആകുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒന്നാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും എന്തുകൊണ്ട് നമുക്ക് പല സ്ത്രീകൾക്കും അല്ലേ, ഏറ്റവും കൂടുതലും സ്ത്രീകളാണ്. അപ്പോൾ പുരുഷന്മാരും ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ട് അവരാണ് ഏറ്റവും കൂടുതൽ ഇരകളായിട്ടുള്ളതും. അതിനെ തുടർന്ന് ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും ഇത്തരം ബന്ധങ്ങളിൽ നിന്നൊക്കെ പിന്മാറി അവരുടേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. താങ്ക്